ഇപ്പോൾ മുഖ്യമന്ത്രി പുഷ്പചക്രം റീത്ത് സമർപ്പിക്കുകയാണ് മൃതദേഹത്തിൽ. അതിനുശേഷം പോലീസിന്റെ ഒരു ഗാർഡ് ഓഫ് ഓണർ കൂടി ഉണ്ടാകും. അത് കഴിഞ്ഞാൽ ഈ മൃതദേഹം വിലാപയാത്രയായി തന്നെ എന്ന് നമുക്ക് പറയാം. ഒരു ആംബുലൻസ് വീതമാണ് പോകുന്നതെങ്കിലും ഒരു വിലാപയാത്ര കണക്കെയാണ് അവരുടെ നാടുകളിലേക്ക് പോവുക. ഇപ്പോൾ എറണാകുളത്തും പരിസര പ്രദേശങ്ങൾ, കോട്ടയം, ആലപ്പുഴയൊക്കെ ജില്ല, കൊല്ലമൊക്കെ ഉണ്ട്. അങ്ങ് വടക്കോട്ട് കാസർഗോഡൊക്കെ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലേക്കൊക്കെ പോകേണ്ടതുണ്ട്. തമിഴ്നാട്, കർണാടക സ്വദേശികളുടെ മൃതദേഹവും അതുപോലെ പോലീസിൻ്റെ ഒരു വഴിയൊരുക്കി അവർ അതിർത്തിയിലേക്ക് കൊണ്ടുപോകും. അവരുടെ പ്രതിനിധികൾ തമിഴ്നാട്ടിൽ നിന്നുള്ള മന്ത്രി തന്നെ എത്തിയിട്ടുണ്ട്, കർണാടക സർക്കാരിൻ്റെ പ്രതിനിധിയും എത്തിയിട്ടുണ്ട്. അവർക്ക് ആ ജന്മനാട്ടിലേക്ക് അത് കൊണ്ടുപോകും. അതിനുശേഷം ഈ വിമാനം അല്പസമയത്തിനകം ഡൽഹിയിലേക്ക് തിരികെ പറക്കും. ഡൽഹിയിലാണ് മറ്റ് മൃതദേഹം എത്തിക്കുക. അവിടെ നിന്ന് വിവിധ സംസ്ഥാനങ്ങളിലേക്ക് ആ മൃതദേഹം എത്തിക്കും. ഇപ്പോൾ മുഖ്യമന്ത്രിയുണ്ട്, കേന്ദ്രമന്ത്രിയും സുരേഷ് ഗോപിയും ഒക്കെ ഉണ്ട്. അന്തിമോപചാരം അർപ്പിക്കുകയാണ് മൃതദേഹത്തിൽ. അതിനുശേഷം പോലീസിൻ്റെ ഗാർഡ് ഓഫ് ഓണറും ഉണ്ടാകും. തുടർന്നാണ് മൃതദേഹം നാടുകളിലേക്ക് കൊണ്ടുപോകുന്നത്. കുറേ ആളുകൾ എന്ന് വെച്ചാൽ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരുണ്ട്. ജനപ്രതിനിധികൾ എറണാകുളം ആയതുകൊണ്ട് പലരും ഇവിടേക്ക് എത്തിയിട്ടുണ്ട് അന്തിമോപചാരം അർപ്പിക്കുന്നതിനൊക്കെയായി. അവർക്കൊക്കെ അതിനുള്ള അവസരം പരമാവധി നൽകും. പക്ഷേ അധികം ഇവിടെ പൊതുദർശനം ഉണ്ടാകില്ല. വളരെ ചുരുങ്ങിയ സമയത്ത് ഈ ഔദ്യോഗികമായ ഇത്തരം ചടങ്ങുകൾക്ക് വേണ്ടി കൂടിയാണ് ഒരു ക്രമീകരണം ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് കൂടുതൽ സമയം അവിടെ അനുവദിക്കില്ല. പ്രത്യേകിച്ച് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തിയത് കൊണ്ട് അവർക്ക് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി വളരെ പരിമിതമായി ചുരുങ്ങിയ സമയത്ത് മാത്രമേ മൃതദേഹം അവിടെ ഉണ്ടാവുള്ളൂ. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ബന്ധുക്കളാണ്. അവരുടെ തേങ്ങലടക്കാനാവാത്ത, കണ്ണീരുണങ്ങാത്ത ദിവസങ്ങളായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കഴിഞ്ഞു പോയത്. അവരെയൊക്കെ ജനപ്രതിനിധികളും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നല്ല വാക്കുകൾ പറയുക എന്നതിനപ്പുറം ഈ ഘട്ടത്തിൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. അവരുടെ ദുഃഖം എന്തു പറഞ്ഞ് അവരോടൊക്കെ നമുക്ക് ആശ്വസിപ്പിക്കാൻ കഴിയും, അവരെ സമാധാനിപ്പിക്കാൻ കഴിയുമെന്നതൊരു വലിയ ചോദ്യമാണ്. അതിന് ശ്രമിക്കുക എന്നത് മാത്രമേ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയൂ. അവരോടൊപ്പം ഈ നാട് മുഴുവനുണ്ട് എന്ന ഒരു സന്ദേശം നമ്മളുടെ ജനപ്രതിനിധികളൊക്കെ അവിടെ എത്തുമ്പോൾ അവർക്ക് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാകും. അതാണ് എല്ലാവരും അവരോടൊപ്പം ഉണ്ട് എന്ന് അവർക്ക് മുന്നിൽ പറയാം. അവരുടെ തുടർന്നങ്ങോട്ടുള്ള ജീവിതത്തിൽ താങ്ങും തണലുമായി നാടുണ്ടാകും. അങ്ങനെ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് കരുതുകയും ചെയ്യാം. സാമ്പത്തികമായും ഒക്കെ അവരെ സഹായിക്കാൻ കഴിയുന്നത് ചെയ്യും എന്നാണ് എല്ലാവരും അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ അവർക്ക് സാമ്പത്തിക സഹായം സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഈ അപകടത്തിൽ പെട്ട അല്ലെങ്കിൽ ആ കമ്പനിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ പ്രവാസ ലോകത്തു നിന്ന് അവർക്ക് സഹായം വന്നിട്ടുണ്ട്. അതുപോലെ കുവൈറ്റ് സർക്കാരും അവരെ സഹായിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ വലിയ ആശ്വാസം തന്നെയാണ്. പക്ഷേ ഒരു പുതിയ ജീവിതത്തിലേക്കൊക്കെ വലിയ സ്വപ്നങ്ങളുമായി പ്രവാസ ജീവിതം തുടങ്ങുന്നവരാണ് നമ്മുടെ നാട്ടിലുള്ളവരൊക്കെ, അങ്ങനെയുള്ള യാത്രയൊക്കെ ചെയ്യുന്നവർ. അപ്പോൾ അവർക്ക് വീട്, മക്കളുടെ വിദ്യാഭ്യാസം, വിവാഹം, അച്ഛനെയും അമ്മയും നോക്കുക, കടബാധ്യതകൾ തീർക്കുക, അല്ലെങ്കിൽ ഒരു ജീവിതത്തിനൊരു പുതിയ ഒരു ജീവിതം ഒരു കരയ്ക്കടുപ്പിക്കാനൊക്കെയുള്ള അവരുടെ ദീർഘകാലത്തെയും ഹ്രസ്വകാലത്തെയും ഒക്കെ ശ്രമങ്ങളായിരുന്നു പാതി വഴിയിൽ പൊലിഞ്ഞ് ഈ തീക്കാറ്റിൽ അങ്ങ് എരിഞ്ഞമർന്നത്. അതാണ് വല്ലാത്ത സങ്കടം. അതിദാരുണമായിരുന്നു അവരുടെ അവസാന മണിക്കൂറുകൾ എന്നത് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള സാഹചര്യത്തിലൂടെ അവരൊക്കെ കടന്നു പോയിട്ടുണ്ടാകും. അങ്ങനെ ചേതനയറ്റ അവരുടെ ശരീരം ഈ വിമാനത്താവളത്തിൻ്റെ കാർഗോ ടെർമിനലിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. വളരെ സന്തോഷത്തോടെ അവർ വന്നിറങ്ങുകയും തിരികെ പോവുകയും ഒക്കെ ചെയ്യുന്നത് പലരും ഈ നെടുമ്പാശ്ശേരിയിലെ രാജ്യാന്തര വിമാനത്താവളത്തിൻ്റെ ടെർമിനലിലൂടെയാണ്. അവിടെ തന്നെയാണ് അവരുടെ നിശ്ചലമായ ശരീരം ഇപ്പോൾ പൊതുദർശനത്തിന് വെച്ചിരിക്കുന്നത്. തേങ്ങലടക്കാനാവാതെ സങ്കടക്കടലായി ഈ ദിവസങ്ങളിലൊക്കെ കഴിഞ്ഞ അവരുടെ ബന്ധുക്കൾ, അവരുടെ പ്രതിനിധികളെ നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. വല്ലാതെ ആടിയുലഞ്ഞ് ആണ് അവരൊക്കെ അവിടെ കാത്തു നിൽക്കുന്നത്. എല്ലാ ദിവസവും ഫോണിലൂടെ സംസാരിക്കുന്ന, ആശയവിനിമയം നടത്തുന്ന അവരുടെ ബന്ധുക്കളൊക്കെയാണിത്. അവർക്കൊന്നും ഇപ്പോഴും വിശ്വസിക്കാനാവുന്നില്ല. ഈ ചുരുങ്ങിയ നിമിഷം കൊണ്ട്, ഏതാനും നിമിഷങ്ങൾ കൊണ്ട് അവരുടെ ഉറ്റവർ, അവരുടെ ഉടയവർ, അവരുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ, അവരുടെ താങ്ങും തണലുമായിരുന്നവർ ഈ ലോകത്തു നിന്നും മടങ്ങി എന്നത് അവർക്ക് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. അത്രമേൽ ഭീകരമാണ് അവരുടെ ഈ മണിക്കൂറുകൾ എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ദിവസങ്ങളിൽ ഇപ്പോൾ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ, പ്രത്യേകിച്ച് പത്തനംതിട്ട, കോട്ടയം തുടങ്ങിയ ജില്ലകളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ നമ്മൾ കണ്ടതാണ്. ആ വീടുകളിലെ കാഴ്ചകൾ കണ്ടതാണ്. പലരും ഈ മരണവാർത്ത, അവരുടെ പ്രിയപ്പെട്ടവരുടെ മരണവാർത്ത പ്രായമായ അച്ഛനും അമ്മയും ഒക്കെ അറിയിച്ചത് തന്നെ പിന്നീടും മണിക്കൂറുകൾ കഴിഞ്ഞാണ്.
അവരുടെ വീടുകളിൽ ഈ മരണവിവരം പ്രായമായവർ അറിയാതിരിക്കാൻ കുറേ സമയമെങ്കിലും, അതായത് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ, അവരുടെ മക്കൾ, അങ്ങനെയുള്ളവർ ഈ ലോകത്തു നിന്ന് പോയി എന്ന അതിദുഷ്കരമായ അങ്ങേയറ്റം പ്രയാസമുണ്ടാക്കുന്ന ആ വാർത്ത അറിയുന്നതിന് മുമ്പ് അവരെ മാനസികമായി തയ്യാറെടുപ്പിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നാട്ടുകാരെയും അവരുടെ മറ്റു ബന്ധുക്കളെയും ഒക്കെ നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടതാണ്. അപ്പോൾ അവരുടെയൊക്കെ ജീവിതം, അവരുടെയൊക്കെ അവസ്ഥ എത്ര ഭയാനകമായിരിക്കും, എത്ര അങ്ങേയറ്റം ദുഃഖം നിറഞ്ഞതായിരിക്കുമെന്ന് നമുക്ക് പറയാതെ തന്നെ മനസ്സിലാക്കാൻ കഴിയും. അത്തരം സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ നാട് കടന്നു പോകുന്നത്. കേരളത്തിൻ്റെ ഒരു പരിച്ഛേദമാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ. പല ജില്ലകളിൽ നിന്നുള്ളവരും ഈ അപകടത്തിൽ പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കേരളത്തിൻ്റെ ആകെ സങ്കടമാണ്. നമ്മളെ സമീപകാലത്തൊന്നും ഇത്രമേൽ കടുത്ത ബുദ്ധിമുട്ടുള്ള ഒരു സമയത്തുകൂടി നമ്മുടെ നാട് കടന്നു പോയിട്ടില്ല. അക്ഷരാർത്ഥത്തിൽ 45 ഇന്ത്യക്കാരെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ നാടിൻ്റെ ഒരു പരിച്ഛേദമാണ്. വിവിധ സംസ്ഥാനങ്ങളിലുള്ളവർ, വിവിധ ഭാഷ സംസാരിക്കുന്നവർ, അങ്ങനെ വലിയൊരു കൂട്ടം ആളുകളാണ് നമ്മളെ വിട്ട് പിരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവരോടൊപ്പം ഈ നാട് മുഴുവനുണ്ട് എന്ന സന്ദേശം നൽകുക മാത്രമേ നമുക്ക് ഈ മണിക്കൂറുകളിൽ ചെയ്യാൻ കഴിയൂ. അവരുടെ സങ്കടത്തിൽ പങ്കുചേരുക, അവരെ ആശ്വസിപ്പിക്കുക, അവരുടെ പ്രയാസത്തിൽ നിങ്ങളോടൊപ്പമുണ്ട്, നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളോട് ഈ നാട് മുഴുവൻ നിങ്ങൾക്കൊപ്പമുണ്ട്, നിങ്ങൾക്ക് താങ്ങായുണ്ട് എന്ന് അവരോട് പറയുക എന്നാണ് നമുക്ക് അത്തരമൊരു മെസ്സേജ് മാത്രമേ നമുക്ക് ഈ ഘട്ടത്തിൽ ചെയ്യാൻ കഴിയൂ. നേരത്തെ കേന്ദ്രമന്ത്രി പറഞ്ഞതുപോലെ സാധാരണ ആഴ്ചകൾ വൈകുമായിരുന്ന ഇത്തരം നടപടിക്രമങ്ങളൊക്കെ വേഗത്തിൽ പൂർത്തിയാക്കി അവരുടെ ഭൗതിക ശരീരം വളരെ വേഗം നാട്ടിലെത്തിക്കാൻ കഴിഞ്ഞു എന്നത് മാത്രമാണ് ഒരു ആശ്വാസം. ബന്ധുക്കൾക്ക് നിശ്ചലമായ ശരീരത്തിൽ അവസാനമായി ഒരു പിടി അശ്രുപുഷ്പങ്ങൾ അർപ്പിക്കാൻ പറ്റുന്നു. ഇതാ നോക്കൂ, ദൃശ്യങ്ങളിൽ കാണാം, ഹൃദയം വിങ്ങുന്ന മനസ്സുമായി അങ്ങനെ പൊട്ടിക്കരയുന്ന ഒരു ബന്ധുവിനെ നമ്മൾ ഇത്തരം കാഴ്ചകൾ കഴിഞ്ഞ മണിക്കൂറുകളായി, കഴിഞ്ഞ ഒരു ദിവസം മുമ്പ് തുടങ്ങിയതാണ് ഈ കാഴ്ചകൾ. മകനോ അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളോ ഒക്കെ നഷ്ടപ്പെട്ട ഇത്തരം മുഖങ്ങളെ നമ്മൾ ഈ കഴിഞ്ഞ ഇന്നലെയും ഒക്കെയായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വേഗത്തിൽ അവർക്ക് കരകയറാൻ കഴിയുന്ന ഒരു സങ്കടക്കടലിലല്ല അവർ പെട്ടിരിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതിൽ നിന്ന് അവർക്ക് വൈകാതെ മുക്തി ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ ആഗ്രഹിക്കാം. അതിനുവേണ്ടി അവർക്ക് സഹായം നൽകാം, അവർക്ക് താങ്ങും തണലുമാകാം, ഈ നാടിനാകെ അങ്ങനെ നിൽക്കാം, അവരെ ചേർത്ത് പിടിക്കാം എന്ന് മാത്രമേ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയൂ. ഏത് നിമിഷവും തളർന്നു വീഴാവുന്ന അങ്ങനെ ആർത്തലച്ചും പെയ്യാൻ പറ്റുന്ന പോലെ നിൽക്കുകയാണ് വലിയ സങ്കടക്കടലിൻ്റെ നടുവിൽ ആ കുടുംബങ്ങളൊക്കെ. അവരുടെയൊക്കെ പ്രതീക്ഷയായിരുന്നു, അവരുടെയൊക്കെ ജീവനായിരുന്നു, അവരുടെയൊക്കെ എല്ലാമായിരുന്നു. ഇതാ ഇപ്പോൾ ചേതനയറ്റ് ഈ പൊതുദർശന വേദിയിൽ അങ്ങനെ അവർ കാത്തു നിൽക്കുന്നത്. ഇനി ഈ മൃതദേഹവും വഹിച്ചുകൊണ്ട് ഒരു വിലാപയാത്രയായി അവരവരുടെ ജന്മനാടുകളിലേക്ക് അവർ മടങ്ങുകയാണ്. ഇനിയൊരു തിരിച്ചുവരവില്ലാത്ത ഒരു യാത്ര. അതാണ് ഇതാ ഇവിടെ നമ്മൾ വലിയ സങ്കടത്തോടെ, ഹൃദയവേദനയോടെ കാണുന്നത്. മുഖ്യമന്ത്രിയും ജനപ്രതിനിധികളും മറ്റുള്ളവരുമൊക്കെ അന്തിമോപചാരം അർപ്പിക്കുകയാണ് മൃതദേഹങ്ങളിൽ. ഇനി വിലാപയാത്രയായി അല്ലെങ്കിൽ ഈ ആംബുലൻസുകൾ, പ്രത്യേകം തയ്യാറാക്കിയ ആംബുലൻസുകളിൽ മൃതദേഹം അവരവരുടെ നാടുകളിലേക്ക് കൊണ്ടുപോവുകയാണ്. അധിക സമയം ഇനി എയർപോർട്ടിൻ്റെ, വിമാനത്താവളത്തിൻ്റെ കാർഗോ ടെർമിനലിൽ അവരുടെ നിശ്ചലമായ ശരീരം ഉണ്ടാവുകയില്ല. നാടുകളിലേക്ക് പോവുകയാണ്. നാട് ഒരു സങ്കടത്തുരുത്തായി അവരുടെ നാട് കാത്തിരിക്കുന്നുണ്ട്. അവരെ എത്തിക്കണം, അന്തിമോപചാരം അർപ്പിക്കണം, പ്രിയപ്പെട്ടവർക്ക് ആ നാടിന് വിട നൽകണം. ഇനി അതിനുള്ള സമയമാണ്, ഇനി ആ യാത്രയാണ് അവർ തുടങ്ങാൻ പോകുന്നത്. വടക്ക് കാസർഗോഡ് മുതലിങ്ങ് ഈ തെക്ക് കൊല്ലം, തിരുവനന്തപുരം ജില്ലകൾ വരെ ഉള്ളവരുണ്ട്. അപ്പോൾ ഈ നാടിൻ്റെ ഒരു പരിച്ഛേദമാണ് വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലുമൊക്കെയുള്ള പ്രവാസികൾ. അവരനുഭവിക്കുന്ന പ്രതിസന്ധിയും അവരുടെ മാനസിക വ്യഥ, ദുഃഖമൊക്കെ നമുക്ക് ഈ കാഴ്ചകളിലൂടെ മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ വലിയ ദുരിതം, വലിയ ബുദ്ധിമുട്ട്, അങ്ങേയറ്റം സങ്കടം, ഹൃദയവേദന അനുഭവിക്കുകയാണ് ഓരോ മലയാളിയും എന്ന് നമുക്ക് ഈ ദിവസങ്ങളിൽ, ഇന്നലെയും ഇന്നുമൊക്കെയായി വരുന്ന വാർത്തകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അന്തിമോപചാരം അർപ്പിച്ചു കഴിഞ്ഞാൽ മൃതദേഹം ബന്ധുക്കൾ ഏറ്റെടുത്ത് നാടുകളിലേക്ക് കൊണ്ടുപോകും. ഇന്നും നാളെയും മറ്റന്നാളുമായി മൃതദേഹം സംസ്കരിക്കും. ഇന്ന് സംസ്കാരം നടക്കുന്നില്ലെങ്കിൽ അത് ആശുപത്രി മോർച്ചറികളിലേക്ക് മാറ്റും, അവിടെയായിരിക്കും സൂക്ഷിക്കുക. സംസ്കാര ദിവസം വീണ്ടും വീടുകളിലേക്ക് കൊണ്ടുവരും. സർക്കാർ അതിനുള്ള ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ജനപ്രതിനിധികൾ, അതുപോലെ ഈ മരിച്ചവരുടെ അടുത്ത ബന്ധുക്കളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. മൃതദേഹം ഏറ്റുവാങ്ങാൻ പലരും അങ്ങനെ
എല്ലാവരും എത്തിയിട്ടില്ല. പോലീസിൻ്റെ ഗാർഡ് ഓഫ് ഓണറിൻ്റെ സമയം കൂടിയാണ് ആ ദൃശ്യങ്ങളിലേക്ക്. ഔദ്യോഗിക ചടങ്ങുകൾ ഇതിനോടകം പൂർത്തിയായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 23 മൃതദേഹങ്ങൾ അവിടെ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. അവിടെ മുഖ്യമന്ത്രി അന്തിമോപചാരം അർപ്പിച്ചു. പ്രതിപക്ഷ നേതാവ്, മറ്റ് ജനപ്രതിനിധികൾ അവരൊക്കെ അന്തിമോപചാരം അർപ്പിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ മൃതദേഹം ഏറ്റുവാങ്ങി. അതിനുശേഷം മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവ്, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, മന്ത്രിമാർ